വർഷങ്ങൾക്ക് ശേഷം അച്ഛനുമായിട്ട് ഒരുമിച്ച് ഒരു സമാധാനം പൂർവ്വം സ്വപ്നത്തിലെ ദൈവം നൽകിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് കഴിഞ്ഞ് ചെയ്യുവായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുവദിക്കുന്നില്ലല്ലോ. എങ്കിലും ഇൻഡിവിജ്വലായിട്ട് ചില സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. മെയിൻലി ഞാൻ ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിനിടയിൽ മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, മൊബൈൽ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഹാബിറ്റ് ഡിസോർഡർ ഇങ്ങനെയുള്ളവർക്ക് ഇന്ത്യയിലെ മുഴുവൻ ആൻറ്റി നർക്കോട്ടിക്സ് ആൻഡ് ആൽക്കഹോളിക് ഡെലിവറൻസ് സർവീസ് ഇന്ത്യ സെൻറ്ററുമായി ചേർന്ന് ഓൾ ഓവർ ഇന്ത്യ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം ഡയറക്ടർ സ്വർഗത്തിലെ ദൈവമാണ്. ആഗ്രഹിക്കുന്ന ഓരോ സ്ഥലത്ത് ചെന്ന് അങ്ങനെയുള്ളവരെ എഴുന്നേൽപ്പിച്ച് അവിടെ ഒരു സെൻറ്റർ പ്ലാൻ ചെയ്ത് പോകുന്ന ക്രിസ്ത്യൻ പ്ലാനും നേപ്പാൾ, ഭൂട്ടാൻ, ഡൽഹി, ഗോവയിലൊക്കെ നടക്കുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് വൈറ്റ് ഹൗസിൽ താമസിക്കുന്നവരുടെ 1.5 മാസമായി തുറന്ന മുഖവരെയൊന്നും പറയുന്ന സമയങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കൊരുപാട് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് താഴ്ത്തിയിരിക്കുന്നു. അങ്ങയുടെ തിരുമേശയുടെ മുമ്പിലാണ് ഞങ്ങളായിരിക്കുന്നത്. കർത്താവേ, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞ ആ മഹത് വചനത്തെ ഓർക്കുവാൻ അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് തരണമേ. മനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങിലും അമ്മേ കർത്താവേ, ഈ അന്തരീക്ഷ മണ്ഡലങ്ങളിലും വ്യാപരിക്കുന്നു എല്ലാവിധമായ സ്പിരിറ്റിനെയും കർത്താവേ, അന്ധകാര ശക്തികളുടെ പോരുകളെ നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ജയമെടുക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും വസിക്കാൻ വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും വസിക്കാൻ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. എടുക്കുന്നവർക്ക് ഉച്ചത്തിൽ എളുപ്പം വായിക്കാം. ആർക്ക് വേണേ വായിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പാലിപ്പാൻ തന്നെ. സഹോദരി വായിച്ചത് നമ്മളെല്ലാം കേട്ടു. നാം മരിക്കേണ്ട സ്ഥലത്ത് ഉള്ളത് കാരണമാണ് ദൈവം ആ രീതിയിൽ കൊണ്ടുപോകുന്നത്. നമുക്ക് പകരക്കാരനായി പാപമൊഴികെ സകലത്തിലും വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ നമ്മളെ പോലെ ജീവിച്ചവനായ ഉടയറമ്പുരാൻ ഓരോ ബ്രീത്തിങ്ങിലും അവന്റെ ഭൂമിയിലെ 33.5 വർഷം 3.5 വർഷമാണ് പരസ്യമായി ശുശ്രൂഷയ്ക്കിറങ്ങിയത്. ആ 33.5 വർഷവും പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിരുന്നു ഭൂമിയിൽ വന്നത്. ആമേൻ. ഹല്ലേലൂയ.
അതൊരു സൺഡേ മീറ്റിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഉണർവ് യോഗം കൊണ്ടോ ഒരു ഏതെങ്കിലും ഒരു വീക്കിലെ ഒരു ദിവസമോ ഒന്നുമല്ല. 24 hours പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ അയച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് ശപിക്കപ്പെട്ട ക്രൂശേൽ കണ്ടാൽ ആളല്ല എന്ന രൂപത്തിൽ വികൃതമാക്കപ്പെട്ട് നമുക്ക് വേണ്ടി നൽകി. ഹല്ലേലൂയ. ആ തിരിച്ചറിവുള്ള വ്യക്തി, ആ തിരിച്ചറിവാണ് ജെനുവിനായ റിപ്പന്റിങ് അല്ലെങ്കിൽ മനസ്സാണ്. അതൊരു ദിവസമല്ല. ഞാൻ 1999 ജയിലിൽ വെച്ച് കഞ്ചാവ് വിൽപ്പന കേസിൽ 24 വർഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സമയത്താണ് ജയിൽ മിനിസ്ട്രിയിലെ പ്രവർത്തനത്തിലൂടെ രക്ഷയുടെ അനുഭവത്തിൽ വന്നത്. അന്ന് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിലും ഓരോ ദിവസവും അത് റിന്യൂ ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. അതാണ് ഉപദേശി പാടിയത്. ഒരു ദിവസവും ഞാൻ എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും ഞാൻ എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട് പാട്ട് തമ്പുരാൻ ഭൂമിയിൽ ജീവിച്ചു കാണിച്ചത്. എല്ലാ ദിവസവും അധികാലത്തെ ഇരുട്ടോടുകൂടെ മർക്കോസ് 1:35 നിങ്ങൾ വായിക്കേണ്ട സമയമില്ലാത്ത അവനൊരു നിർജ്ജന പ്രദേശത്ത് മാറിയിരുന്ന പിതാവിൽ നിന്നും പ്രാപിച്ചുകൊണ്ടാണ് ലോകത്തിൽ ജീവിച്ചത്. ആമേൻ. നമ്മളും അങ്ങനെ തന്നെ പറ്റത്തുള്ളൂ. അവൻ ഭൂമിയിൽ ചെയ്ത് കാണിക്കാത്ത ഒരൊറ്റ കാര്യവും നമ്മളോട് അനുഗമിക്കാൻ പറഞ്ഞിട്ടില്ല. അവന്റെ കാൽച്ചുവട് പിൻപറ്റുവാൻ അവനൊരു മാതൃക വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്ത്യാനി. ഞാൻ പറയത്തില്ല. They are called Christians. അതാണ് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നത്. ആദ്യമായി അന്ത്യോഖ്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേർ വന്നു. അവരിതിനെ ഒബേ ചെയ്തിരുന്നു. ഗുരു കാണിച്ചു കൊടുത്തിരുന്ന മാതൃക പിൻപറ്റാൻ അവർക്ക് വെമ്പലായിരുന്നു. പ്രാർത്ഥിക്കാൻ പോലും അവനോട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാ തമ്പുരാൻ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. കൂടെ നടന്നെന്നോ ജയിൽ മിനിസ്റ്ററിനോടാണെന്നോ സൺഡേ മുടങ്ങാതെ വരുന്നെന്നോ സ്വോത്രക്കാഴ്ച മുടങ്ങാതെ കൊടുക്കുന്നെന്നൊന്നും പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാനൊക്കത്തില്ല മക്കളെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ വില കൊടുത്തവന് വില കൊടുത്ത് ജീവിക്കണം. ഹല്ലേലൂയ. നരകം മാത്രം മുമ്പിലായിരുന്ന നമ്മളെ നരകത്തിൽ നിന്നും പൊക്കിയെടുത്ത് ഇപ്പോൾ സ്വർഗത്തിൽ തിരിയാം. ഇപ്പോൾ സ്റ്റിൽ സംശയം വായിച്ച് വിശദീകരിച്ച ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് മതി. അപ്പോഴ് ഓണകെ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ, അതായത് ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തു വന്നാൽ 4 ദിവസം കഴിഞ്ഞ് അതിന്റെ പൊക്കൾ മുളച്ചു കഴിയും. 60 ദിവസം കഴിയുമ്പോൾ അത് കമ്മന്ന് വീഴും. പിന്നെ ഗ്രാജുവലി നീന്തും ഇടയിൽ ഇങ്ങനെ വരുന്നത് പോലെ 50 വർഷമോ 20 വർഷമോ ഒന്നും ഇതിനകത്ത് വിഷയമില്ല മക്കളെ. കയ്യും ചപ്പി നടക്കരുത്. ഇപ്പോഴും ഓരോ ദിവസവും നമ്മുടെ ഗ്രോത്ത് ഇല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് തന്നെ അറിയാം. പ്രാർത്ഥിക്കാൻ ഒരു ആവേശം. വചനം മെഡിറ്റേറ്റ് ചെയ്ത് വായിക്കല്ലേ, ഇത് കാണാപ്പാടം പഠിക്കല്ലേ, വല്ല കോളേജിലും പോയി 365 പ്രസംഗം പഠിച്ചുകൊണ്ട് വരില്ലേ. ഓരോ ദിവസവും ഈ ലവ് ലെറ്റർ മെഡിറ്റേറ്റ് ചെയ്യാൻ ഒരു ദാഹം, ഒരു പ്രേമം. അതൊക്കെ ചെയ്തത് പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട്
റിബൗണ്ട് ചെയ്യുക. വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ആരുമാകട്ടെ, അവരാ മാരേജിനായി ഒരുങ്ങുന്നത് പോലെ മറ്റേ ഇതിലൊക്കെ ഫേഷ്യൽ ചെയ്തൊക്കെ റെഡിയാക്കുന്ന പോലെ നമ്മുടെ കണ്ണാടിയെ മക്കളെ ആമേൻ. നമ്മള് പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല സ്വർഗം. നമുക്ക് എന്ത് വേണമെന്ന് അറിയുന്ന ഒരു ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നരകം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളായിരുന്നു. സ്വർഗത്തിൽ പോകാൻ റൂട്ടവൻ തുറന്നിട്ടേ ഉള്ളൂ. ആമേൻ. ആ ഒരു ആഗ്രഹവും ദാഹവും ഉള്ളവർക്ക് ഇവിടെ തന്നെ സ്വർഗം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ആമേൻ. ഒന്ന് നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഈ ഭൂമിയിലെ, അതാണ് കൊലോസ്യരോട് പറഞ്ഞത്, വായിക്കാമോ? 3:1 മുതൽ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തേശുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ അന്നേ ഉണ്ട്. ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഒരു കാര്യം എന്നെ വളരെ വ്യക്തമായി അറിയാവുന്നൊരു അഭിഷിക്തനാണ് ഒരു കാര്യവും പ്രാർത്ഥിക്കുന്നത്. അല്ലെ പാടരുത്. നിന്നെ വിളിച്ചവനുള്ളോ പാട്ട് പാടി ശിക്ഷ മേടിക്കുന്നു. വിളിച്ച അല്ലെങ്കിൽ മേടിച്ച അവൻ തകർക്കപ്പെട്ട് നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കൊടുത്തയാ ആലപ്പുഴ ജയിലിൽ ഈ ദൈവത്തെ അറിയാത്ത ഹിന്ദു നായർ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് എനിക്കിതൊരു ഫോറിൻ ദൈവമായിരുന്നു, സായിപ്പായിരുന്നു ഈ ദൈവം. പിന്നീട് മനസ്സിലായത് സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷത്തിന് വേണ്ടി യഹോവയ്ക്ക് തന്റെ പുത്രനെ തകർക്കാൻ ഇഷ്ടം തോന്നിയെന്ന് ജയിൽ മിനിസ്ട്രിയിലൂടെ മനസ്സിലായി. അതാ ഞാൻ പറയുന്നത്, ഞാൻ കഷ്ടത്തിലായതെനിക്ക് ഗുണമായി അവന്റെ ചട്ടങ്ങൾ പഠിക്കാൻ. എനിക്കൊരു സ്വന്തം കട മുഴുവൻ പോയി, ഏക്കർ കണക്കിന് നിലം നഷ്ടപ്പെട്ടു, വാഹനങ്ങൾ പോയി. ഇന്ന് ഞാൻ 119-ാം സങ്കീർത്തനം 71-ാം വാക്യത്തിൽ പറയാം, അപ്പാ എല്ലാം പോയതിനായി സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ, വിളിച്ച ദൈവം ആരാന്ന് തിരിച്ചറിയുന്നതാണ് മാനസാന്തരം. വല്ലവരും പറയുന്നതായിട്ട് മാനസാന്തരപ്പെട്ടിട്ട് കാര്യമില്ല, സ്നാനപ്പെട്ടിട്ട് കാര്യമില്ല, ആരാധനയ്ക്ക് വന്നിട്ട് കാര്യമില്ല. നമ്മൾ സേവിക്കുന്ന ദൈവം, അതാ ബാലന്മാർ പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ വിഗ്രഹത്തെ ആരാധിക്കുന്നത്. ആ സ്റ്റാൻഡിലാണ് ദൈവം അവരെ മാനിച്ചത്. ആമേൻ. പ്രശ്നങ്ങളുണ്ടെന്ന്, കഷ്ടങ്ങളുണ്ടെന്ന്, പട്ടിണി വരുമെന്ന്, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്, മുൻപിൽ ചെങ്കടലും പുറയിൽ ഫറവോന്റെ അനുഭവം ഉണ്ടാകുന്നവേ. ആമേൻ. പുതിയ യെരൂശലേമാകുന്ന പുതിയ നിയമസഭയ്ക്ക് അനുഭവപ്രമാണം ഉണ്ടെന്ന്. ആമേൻ. അന്ന് മോശയായിരുന്നെങ്കിൽ ഇന്ന് നിന്നെയും എന്നെയും കൊണ്ടുവന്നത് ഹോളി സ്പിരിറ്റ്. അത് കാണാൻ കണ്ണു തുറന്നവർക്കാണ് ഈ പുതിയ നിയമ ജീവിതം ദേശീയാനൊക്കത്തുള്ളൂ. ഞാൻ പറയുന്നത്, ഉണർവ് ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നതല്ല. ഉണർവ് ഇൻഡിവിജ്വലാണ്. അതാ ഈ കൊലോസ്യരോട് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുയേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുവശത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് കാണുന്നവനാണ് ഉണർവുള്ളവൻ. ആമേൻ. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം പത്രോസിനെ സാത്താൻ കോതമ്പ് മണി പോലെ മാറ്റിക്കളയാൻ ആഗ്രഹിച്ചു. അവിടെ കർത്താവ് കയറി. എന്നാൽ അതുവരെ സ്ഥിരവാസത്തിനായി പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരുന്നില്ല. എന്നാൽ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം
കർത്താവിന് നമ്മളെ കുറിച്ചും അറിയാം. ഇവിടുന്ന് ആരൊക്കെ ഇപ്പോൾ ഉറങ്ങുന്നു, ആരൊക്കെ ഇത് ജെനുവിനായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്, ആരൊക്കെ ഇത് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ തൂക്കി നോക്കുന്ന ഒരു ദൈവമാ മക്കളെ നമ്മളെ നടത്തുന്നത്. കൊയ്ത്ത് വരെ നമ്മളെ വളർത്തും. കൊയ്ത്താകുമ്പോഴേക്ക് നല്ലതേ അകത്ത് പോകും, അല്ലാത്തതെല്ലാം കത്തിച്ച് തന്നെ കളയും. അവൻ പലപ്പോഴായി പെയ്യുന്ന മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്ന കർഷകനും ഫലപ്രദമായ സസ്യാദി എന്താണ് ഈ വെച്ചിരിക്കുന്നത്? ഇത് വെറും ഗോതമ്പും മുന്തിരിച്ചാറും തന്നെ. പക്ഷെ നിങ്ങൾ ഓർത്തോണം, ഇതെങ്ങനെ വന്നു? ഗോതമ്പ് ചക്കിക്കിടന്ന് ഇടിച്ചിടിച്ചരച്ച് ഒരു ബ്രെഡാക്കി രൂപപ്പെട്ടതുപോലെ സ്വന്തം പുത്രനെ ആദരിക്കാതെ വലിച്ചു കീറിയിട്ട ഞാനും നിങ്ങളും മുട്ടുസൂചി കൊണ്ടുപോലും ഒരു കുത്തേക്കാതെ നമ്മൾ ചെയ്ത പാപത്തിന് വേണ്ടി മരിച്ചവനെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ പിന്നെ ഭൂമിയിലല്ല നമ്മൾ. വലിയ കാര്യമല്ല. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ വന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടുന്ന് ചന്ദ്രനിൽ പോണതോ സ്വർഗമായി പോണതോ സൂര്യനിൽ പോണതും വലിയ കാര്യമൊന്നുമല്ല. സ്വർഗത്തിലെ ദൈവം ലോകം മുഴുവൻ പാപമായിരിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് ഒരു മനുഷ്യനായി വന്നു. ഉറുമ്പിനെ നേടനെ ഉറുമ്പായി ഒപ്പത്തൊരു മക്കളെ. ആമേൻ. നമുക്ക് വേണ്ടി പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പാപം അറിയാത്തവനെ നമ്മൾ ദൈവത്തിന്റെ നീതിയാകാൻ വേണ്ടി നമുക്ക് വേണ്ടി പാപമാക്കി എന്ന തിരിച്ചറിവാണ് മാനസാന്തരം. അതൊരു മാനസാന്തരപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ പറയാറുണ്ട്, ആരെയും വൈൻഡപ്പ് ചെയ്യരുത്. ഒരു 10,000 രൂപ ലോട്ടറി എടുത്ത ലോട്ടറി ആയിട്ട് എവിടൊക്കെ ഓടി ഇത് മേടിക്കും. മക്കളെ, അടിച്ച ലോട്ടറി വില കിട്ടിയിരിക്കുക. ഓരോ ദിവസവും അവനുമായിട്ടുള്ള റിലേഷനിൽ മാത്രമേ എന്റെയും നിന്റെയും കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത് ആരും തലക്കൈ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പനുമായിട്ടുള്ള റിലേഷൻ നമ്മൾ സ്ഥാപിക്കും. ആ 120 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല ഹോളി സ്പിരിറ്റിനെ ഫില്ല് ചെയ്ത് പത്രോസിനകത്തേക്ക്. അവന്റെ ആഗ്രഹം കർത്താവ് എന്തു ചെയ്യുന്നു അതുപോലെ ചെയ്യാൻ. എല്ലാ ശിഷ്യന്മാരും പടകിലുണ്ട്. പക്ഷെ പത്രോസാ പറഞ്ഞത്, എനിക്കും വെള്ളത്തിൽ ഇറങ്ങണം, എനിക്കും നടക്കണം. അവനാണ് വെളിപ്പാട് കിട്ടിയത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. അവനാ താക്കോല് കൊടുത്തത്. ദർശനം ആർക്കൊണ്ടോ അവന് സ്വർഗത്തിലെ താക്കോൽ കിട്ടും. മനസ്സിലാക്കാൻ കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അത് ഇൻഡിവിജ്വലാണ്. പുതിയ നിയമസഭയിൽ ഉണർവ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്, ബലാത്കാരമാണ്. സ്വർഗരാജ്യം ബലവശമാണ്. അത് എത്ര വലിയ അനോയിന്റ് ചെയ്ത ദേവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചാലും എനിക്ക് ആഗ്രഹമുണ്ടേലേ എന്റെ ഉള്ളിൽ ദൈവം നടക്കണം. നമ്മളുടെ ഹൃദയം എത്രത്തോളം എക്സ്പാൻഡ് ചെയ്ത് അവൻ എത്രത്തോളം അത് വലുതാക്കിക്കൊണ്ട് ദൈവത്തിന്റെ അടുത്തിരിക്കുന്നുവോ അതനുസരിച്ച് ഫുൾഫിൽ ചെയ്യും. ആമേൻ. ദാറ്റ് ഈസ് അനോയിന്റിംഗ്. ആമേൻ. ഹല്ലേലൂയ. അത് ഓരോ ദിവസവും റിന്യൂ ചെയ്യണം. ആമേൻ. ഇല്ലെങ്കിൽ പോയ പരിപാടി. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. നമ്മുടെ പ്രയർ ലിസ്റ്റ് മാത്രം ഒന്ന് പരിശോധിക്കുക. 99% ലോകത്തിന്റെ കാര്യം. കർത്താവ് പറയുന്നില്ലേ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 20 എടുക്കേണ്ട ശിഷ്യന്മാരെങ്കിൽ എന്ത് തിന്നും എന്ത് കുടിക്കും അല്ലേ? മോനെ, വയലിലെ പുല്ലിനെ ഇങ്ങനെ ഞാൻ നോക്കി അല്പവിശ്വാസി, നിന്നെ എന്റെ പുത്രൻ തന്നല്ലേ മോനെ ഈ പെട്ടകത്ത് നിന്നെ കയറ്റിയത്. ഈ പുട്ടിനും കടലയ്ക്കും കാടിനും വീടിനും വീട്ടിൽ പോകാനും വീട് വെക്കാനും ഒന്നും വേണ്ടി ഈ പ്രാർത്ഥിക്കുക. അതൊക്കെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെന്നുള്ളത് എനിക്ക്. നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരും, മറ്റത് നേരത്തെ തരും. കാരണം 2 ദിവസങ്ങളിൽ 2-ാം അധ്യായം അത് തരുന്നൊരു ശക്തിയുണ്ട്. നമ്മളോട് ദൈവം കൂടെ കൂടെ പലപ്പോഴായി പെയ്യുന്ന മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്ന കർഷകൻ അവൻ ബാധിച്ചുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഹോളി സ്പിരിറ്റിന്റെ റിലേഷൻ നമ്മളിൽ നിന്ന് മാറും. ദൈവം ഏൽപ്പിച്ചു കൊടുക്കും.
ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് ഈ ന്യൂ ജനറേഷൻകാർ ഓടി നടക്കുന്നത്, അതിന്റെ പുറകെ ആൾക്കാർ പോണത്. അതുകൊണ്ട് വായിച്ചു ഓടിച്ചത് വായിച്ചു 9 മുതൽ 11 വരെ. അതിന്റെ ആദ്യത്തെ 1-2 വാക്യം വായിച്ച് 2 ദശം 2 അധ്യായം അതിന്റെ 1 മുതൽ. ആ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷതയും ആ അവന്റെ അടുത്തുള്ള നമ്മുടെ സമാഗമവും ആ സംബന്ധിച്ച് ആ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് പൗലോസ് സഭയോട് റിക്വസ്റ്റ് ചെയ്യുക, പ്ലീസ് അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് ആ നിങ്ങൾ വല്ല ആത്മാവിനാൽ വല്ല ആത്മാവ്, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം അതിപ്പോ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പല സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല. ആന്റി എവിടെ പോകും? അല്ല ചേട്ടൻ ഒരാൾ വരുന്നു, മോനെ അപ്പം വീട്ടിലിരിക്കുക. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരമായ ദൈവം നിന്റെ വീട്ടിലിരിക്കുക. റേഷൻ കാർഡ് വെക്കാനും കറണ്ട് ബില്ല് വെക്കാനും തോന്നുമ്പോ ഞായറാഴ്ച എടുക്കാനുള്ളതല്ല. ഇത് മെഡിറ്റേറ്റ് ചെയ്ത് ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഓരോ ദിവസവും എഴുതുവാൻ കൃപ ലഭിച്ചില്ല. പിന്മാറ്റത്തിലാണ് നമ്മള്. ഹല്ലേലൂയ. വായിച്ചു താക്കോട്ട് വായില്ലേ. എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലോ ലേഖനത്താലോ സുബോധം വിട്ട്, വേഗത്തിൽ ഇളകുകയും, അതായത് ഇവിടെ നിന്ന് ആര് പ്രസംഗിച്ചാലും ഈ പുസ്തകത്തിലെ വചനത്തിന്റെ ഡെപ്ത് അല്ലെങ്കിൽ അവൻ കള്ളപ്രവാചകനാണ്. ആമേൻ. ഹല്ലേലൂയ. നിത്യതയ്ക്കുള്ള ദൂതാണ് യഥാർത്ഥ പ്രൊഫസി. അത് പ്രസംഗിക്കാത്തവനെല്ലാം ഈ ഒരു ഒറ്റച്ചാൻ വേറെ വേണ്ടിയാണ്. ഹല്ലേലൂയ. അത് മുഖം നോക്കാൻ പറ്റത്തില്ല. ചോദിച്ചില്ല അപ്പോസ്തലനോട്, നീ എന്നെയും ക്രിസ്ത്യാനിയാക്കും? യെസ്, നിന്നോട് ആത്മാവിനും എനിക്ക് സ്നേഹമുണ്ട്. ഇന്നെന്റെ പ്രസംഗം കേൾക്കുന്ന ഈ ചങ്ങല ഒഴികെ സകലരും ക്രിസ്ത്യാനിയാകണം. അതാ അപ്പന്റെ ആഗ്രഹം. അതാ അവൻ ഭാരതക്കാരായി നമ്മളെ വെച്ചിരിക്കുന്നത്. പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ അയച്ചിരിക്കുകയാണ്. നീ ആയിരിക്കുന്ന ദേശത്ത് ഇതൊരു കോൺസുലേറ്റ് ആണ് കേട്ടോ. ഈ ബോബൻ ക്ലാസ് അവരുടെ ഓണറാണ്. പക്ഷേ ഈ കോൺസുലേറ്റിലെ അംബാസിഡറാണ് നമ്മൾ ഓരോരുത്തരും. ഇതൊരു എംബസിയാണ്. ആമേൻ. ഈ ലോകത്തിലെ രാജ്യത്തിന്റെ എംബസിയിലെ അംബാസിഡേഴ്സിനൊക്കെ മാറ്റം വരും, നമുക്ക് മാറ്റം വരത്തില്ല. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ സ്വർഗം നമ്മളെ അഭിഷേകം ചെയ്ത് പുത്രന്റെ ആത്മാവ് തന്ന് നമ്മളെ ആക്കി വെച്ച്. ഞങ്ങളുടെ ടീമില് അവൻ ഈ കഴിഞ്ഞ ഇവിടെ കുവാർ സ്കൂളില് ക്ലാസ് എടുക്കാൻ വന്ന ഈ കുഞ്ഞിന്റെ അത്രയുള്ള ഡോക്ടറാണ്. എവിടുന്ന ഇടപ്പാടുന്ന ഡോക്ടർ CMFിലെ കുഞ്ഞ്. അതിന്റെ 20 ഡോക്ടേഴ്സ് ഉണ്ട്. ചിലർ വരും ചോദിക്കും, എന്നായി അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലില് 4 മണിക്കൂർ എക്സ്ട്രാ വിത്തൗട്ട് സാലറി അവർ വർക്ക് ചെയ്യും. പരദേശികളും പ്രവാസികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് ജാതികൾ നിങ്ങളെ ദുഷ്കർമ്മികൾ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ടറിഞ്ഞിട്ട്, പ്രസംഗമല്ല വേണ്ടത്, ട്രാക്ക് കൊടുപ്പല്ല വേണ്ടത്, പ്രവൃത്തിയാ വേണ്ടത്. I will show my faith by my work. ഞാൻ എന്റെ വിശ്വാസം എന്റെ പ്രവൃത്തിയാൽ കാണിച്ചിട്ട്. ഇങ്ങനെ പലരും വരും. അവൻ എവിടെ ആയിരിക്കും? അവൻ ദേവാലയത്തിൽ ഇരുന്നു. അല്ലെ ഒന്ന് വായിച്ച സഹോദരി. എന്ന് വെച്ചാൽ ഇതെല്ലാം കേട്ടിട്ട് അവൻ ആ ബെറാബയിലുള്ള ബെറിയൻസിനെ പോലെ നിങ്ങൾ അത് സോട്ട് ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം. പ്രസംഗിക്കുന്നത് എനിക്ക് സ്വർഗം അവകാശമാക്കാനുള്ള വചനമാണോ? അതാണ് ബെറാബയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അവർ അങ്ങനെ തന്നെയൊന്നും അനുദിനം ശോധന ചെയ്തു. തെറ്റിപ്പോവും നമ്മൾ കേട്ടോ. ബഹുമാന്റെ പുറകെ, സ്വയമഹത്വത്തിന്റെ പുറകെ, അവരുടെ മഹത്വത്തിനായി പുറകെ പോകേണ്ടി വരും. സ്വർഗം ഇൻഡിവിജ്വലാ. ഞാനും എന്റെ ഭാര്യ ഒരു കട്ടിലില്ലാ കിടക്കുന്നത്. പോകുന്നത് ഒറ്റയ്ക്കായി മനസ്സിലാക്കിയ കരങ്ങൾ ദൈവത്തെ ശ്രദ്ധിച്ചാണ്. അവയെ വായിച്ചു നടത്തുണ്ട്. ശപിക്കരുത്. ഒരുപാട് അധികന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. എന്നാരുടെയും പേരൊന്നും ഒരുപാട് പേര്
ഒരുപാട് പേര് ഇവിടെയുണ്ട് എല്ലാവരും ഉണ്ട്. അത് ഉണ്ടെന്ന് വചനവും പറഞ്ഞു. നല്ല പറയുന്നത് വായിച്ചു. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും ആ. നാശയോഗ്യവും ആ. അധർമ്മമൂർത്തിയായവൻ ആ. വെളിപ്പെടുകയും വേണം. ആ, അവൻ ദേവാലയത്തിൽ എവിടെ ഇരിക്കുന്ന പുൽപ്പിറ്റല്ല, ദേവാലയത്തിലിരുന്ന് ദൈവമെന്നോ ആക്ട് ചെയ്യുക. ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ ആ. പൂജാ വിഷയമെന്നോ ആ. പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ. കണ്ടിട്ടില്ലേ എവിടുന്നാ വിടുതൽ വന്ന എങ്ങനെ കണ്ടിട്ടില്ലേ? ആമേൻ. ലൂസിയയിൽ അമ്മയുടെ ഗർഭം മുതൽ 14:8 മുതല ആമേൻ മുടന്തിന് സൗഖ്യം കൊടുത്ത് ഇന്ദ്രനും ബുധനും പറഞ്ഞു ഒക്കെ മാലയൊക്കെ ആയിപ്പോയി സ്വീകരിക്കാൻ പോയപ്പോൾ ഒരു വസ്ത്രം വലിച്ചു കീറി. സമയമില്ലാത്ത ഞാൻ പറഞ്ഞു പോവുകയാണ്. ആമേൻ. 14:8 മുതലാണ് മക്കളെ വലിച്ചു കീറി അവരെ ബഹുപ്രയാസത്തോടുകൂടെ തടഞ്ഞിട്ട് പുരുഷൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസവും. നിങ്ങൾ മനസാന്തരപ്പെട്ടാൽ ഞങ്ങൾ ചെയ്ത് നിങ്ങൾക്കും ചെയ്യാം. ബഹുപ്രയാസത്തോടുകൂടെ സ്വീകരണം മേടിക്കാതെ മഹത്വം ദൈവത്തിനോടുത്ത അപ്പോസ്തലന്മാരാ ഈ പുസ്തകം മുഴുവനുള്ളത്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവർ പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യത്തെ കുറിച്ച. പ്രോസ്പെരിറ്റി അവർക്കില്ലായിരുന്നു. വീടോ കാറോ ബംഗ്ലാവോ അവരുടെ മിനിസ്ട്രിക്ക് പോലും വേണ്ടി അവർ ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. സ്വർഗമായിരിക്കണം നമ്മുടെ മുമ്പിൽ. വേണേ നടത്തണം. ഞാനങ്ങനെ കർത്താവേ എനിക്ക് ഇഷ്ടം പോലെ അറിയാം. ഇഷ്ടം പോലെ മൾട്ടി മില്യണീസായ സഹോദരൻ ഫ്രണ്ട്സും ഒരു രൂപ ഞാൻ അത് ചോദിക്കുന്നു. ഡയറക്ടർ എനിക്കത് വേണത്തിൽ നിനക്കാണ് കേട് കർത്താവ് പറയണം. ഉപയോഗിച്ചിരുന്ന് കാശ് കൊടുക്കുക കാര്യമുള്ളൂ. പട്ടാളത്തിൽ അപ്പോയിന്റ് ചെയ്യാൻ ലാസ്റ്റ് മന്ത് ഓഫ് ദി ഡേ ATM ഇട്ട കാശ് തരും ഇന്ത്യൻ ഡിഫൻസ്. ഞാൻ ക്രിസ്തുവിന്റെ പടയാളിയാണ്. നീ എന്നെ നടത്തിക്കണം വേണ്ടേ? ഞാൻ നിന്റെ വേല ചെയ്യാൻ തയ്യാർ. ആമേൻ. ഹല്ലേലൂയ. അതാ മത്തായി 6:33 പറയും, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, അതോടുകൂടെ സകലതും ഒന്നും കിട്ടത്തില്ല. ഇതൊക്കെ നിന്റെ വീട് എന്താണ്? 22 വർഷം സ്വർണ്ണക്കട ഉണ്ടായിരുന്ന ആലപ്പുഴ പട്ടണത്തിലാണ് ഞാൻ ജീവിച്ചത്. മുഴുവൻ വാടക വീട്ടിൽ 1-ാം തീയതി വാടക എനിക്കറിവിടെ കൊടുക്കുന്നു. ഒരു മനുഷ്യനോട് റേസിങ്ങോ ഞങ്ങളുടെ ട്രാക്ടർ അക്കൗണ്ട് നമ്പറോ ഒന്നും ഇടത്തില്ല. എന്റെ പാസ്വേഡും അക്കൗണ്ട് നമ്പറും ജെറമ്യ 33:3. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരവരുന്നു. മഹത്വവും അഗോചരവുമായ കാര്യം ഞാൻ നിനക്കുള്ള. അല്ലെ പിന്നെ ഈ പുസ്തകം ചുമക്കല്ലേ? ആമേൻ. അതാണ് ഉണർവ്. ഞാൻ ജനിച്ചു വളർന്ന പട്ടണത്തിൽ ഹിന്ദു നായർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഈ കർത്താവിനെ അറിഞ്ഞിട്ട് വല്ലവരുടെ മുമ്പിൽ ഭിക്ഷയെടുത്ത് നടക്കാൻ എന്റെ ദൈവം അനുവദിച്ചാൽ അവന്റെ പേര് യേശു എന്നല്ല. തന്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് അവനോടുകൂടെ വീടും ബംഗ്ലാവും കാറും എന്ന് പറയുന്നതിന് പട്ടിണി കിടത്തത്തില്ല. അന്നന്ന് ആവശ്യമുള്ളത് വാഴ്ത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തരുന്നൊരപ്പന എന്റെ അപ്പൻ. അതിനെ പണ്ടത്തേക്കാൾ ശ്രേഷ്ഠമായ മാനിച്ചിരിക്കുന്നു. 22 വർഷം കഴിഞ്ഞപ്പോൾ ദയാലിക ജലദേശം പറയും തരത്തില്ലെന്ന് പറഞ്ഞ വീട് വിളിച്ചു തന്നതാണ്. ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അവരെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ചു. അത് വായിക്കുന്നു. അത് ഒരുപാട് മാർഗങ്ങൾ ഞാൻ സമയമില്ലാത്ത കേട്ടോ. ഇപ്പൊ സാർ വായിച്ചു കേട്ടോ. മരിച്ചപ്പോഴും കാൽവരിയിലെ യാതൊരു സമയത്തും രണ്ടാത്മാവിനെയും കൊണ്ടാ സ്വർഗം പോയത്. ഇന്ന് ബരാബാസ് അവനെ ഫ്രീയാക്കി. രണ്ടടുത്ത് കിടന്ന കള്ളൻ ഇല്ലേ? ഈ ഒരു ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. അതാണ് ഉണർവ്. കുറച്ച് തുള്ളലും ചാട്ടോ അന്യഭാഷ ഇവിടെ വീടുകളൊന്നുമല്ല. ഉണർവുള്ളവനെ ആരും വൈൻഡപ്പ് ചെയ്യണ്ട. അവൻ തന്നെത്താനെ പോവും. അവൻ എവിടെ ഹൗസ് വൈഫായിരിക്കാം, ബാങ്ക് ഓഫീസറെ, ഡോക്ടറായിരിക്കാം, എക്സോറായി ആരുമാകട്ടെ, യൂത്ത് ആയിരിക്കാം, ഓൾഡ് ഏജ് ആയിരിക്കാം, അവൻ തന്നെത്താൻ അവന് വേണ്ടി എല്ലാവരുടെ ഉള്ളിലും 33 ആത്മാവാണ് തന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ്? അത് ഓടാൻ തയ്യാറുള്ളവനെ ഓടിക്കുന്ന ആത്മാവാണ്. അന്ന് ഹാനോക്ക് നടന്നെടുത്തു. നടന്നാ പോരാ, പിന്നിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള പരമലിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടാൻ പറ്റുമെന്ന് 67ാമത്തെ വയസ്സിലും ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എല്ലാം ഉണ്ട്. കണ്ടില്ലേ?
വായിച്ച മക്കളെ ഇനി 9 തൊട്ട് വരെ തെസ്സലോനിക്കർ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് ഇതാണ് ന്യൂ ജനറേഷന്റെ കാര്യം വായിച്ചിരിക്കുന്നത്. വായിച്ചോ താഴത്തോട്ട്. സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും വ്യാജമായ ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതികളുടെ സകല വഞ്ചനകളോടും കൂടെ ആയിരിക്കും. താഴത്തോട്ട് അവർ രക്ഷിക്കപ്പെടുവാൻ കേൾക്കണം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് ഈ സത്യവേദ പുസ്തകത്തെ പ്രേമിക്കാതെ സ്നേഹിക്കാതെ കൈക്കൊള്ളുകയാൽ തന്നെ വായിക്കൂ. സംഭവിക്കും. അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നത് ചിലർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. ഈ സാധനം ഇഷ്ടപ്പെടില്ല. എനിക്ക് ഒന്നുമില്ല. ഇത് മോശത്തായിട്ട് ബ്രാഞ്ചുമാനായിരുന്നൊന്നുമില്ല. എന്റെ അപ്പന്റെ ഐ മിനിസ്ട്രി മനസ്സിലാക്കിയാൽ കരങ്ങളിൽ ദൈവത്തെ സൂചിച്ചാണ്. ആ കണക്കോക്കാനൊന്നും വന്നിരിക്കുക. അവൻ ഇവിടെ ഈ എന്താണ് പേര് ഗോസ്പൽ അല്ലെ, അഗാപ്പേ ഗോസ്പൽ എന്നൊക്കെ ഇവിടെ പേര് കാണും. അവിടെ IPC അഗാപ്പേ സ്കൂൾ ചത്തവോട് DPM എന്നൊന്നും വിളിക്കുന്നത് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. അവരൊറ്റ വിളി മാത്രമേ കേൾക്കുള്ളൂ. അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരുക്കമില്ലേ മോളെ? മോനെ, ഈ പരിപാടി മാറ്റിവെച്ച് ലോകപ്രകാരം ജീവിച്ചു എന്തായാലും രണ്ടാം പറഞ്ഞ ഡെഡ് ഷുവർ. അതാ പറഞ്ഞ ആകിയാൽ ബിരുക്കൻ അങ്ങനെ വായിച്ച് വെളിപ്പാട് 21:28. വെളിപ്പാട് 21:8. കേട്ടോ, ആദ്യം പറഞ്ഞ സുവിശേഷം പറയാനുള്ള ഭീരുത്വം നിനക്കൊണ്ടോ? തീർന്നു പണി. അവിശ്വാസത്താൽ ഫെയ്ത്ത് എന്ന നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ ഇന്നലെ എന്നാണ് ലീമറൻഡിൽ വെച്ചൊരു മീറ്റിംഗ് ഞാൻ പോയില്ല. ലീമറൻഡിലെ ഒരു ദിവസത്തെ ഇവിടെ 1500 രൂപ. അവിടുത്തെ ഹാളിന്റെ വട എന്നെ വിളിച്ച് ചോദിച്ചു. എന്റെ ടീമിലുള്ള സഹോദരൻ വിളിച്ചത് 50,000 rupees. എന്നിട്ട് അവർ പ്രവർത്തിക്കാൻ പോണ തമ്മനം കോളനി. ആ വാടക ഒരു ദിവസം വാടക മതി. അവിടെ ഒരു വീട് വെച്ചു. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല സഹോദരങ്ങളെ. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ പോയ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ പൗലോസ് മോർ ദാൻ 40 ships, 40-ലധികം കപ്പലുണ്ടായിരുന്നവൻ, മൾട്ടി മില്യണർ ആയിരുന്നവൻ. ഒന്ന് വായിച്ചു വേണമെങ്കിൽ. ആമേൻ. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4 മുതൽ. അതാണ് ഉണർവ്. അദ്ദേഹത്തിന് അവിടുന്ന് ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച ഉണർവ് വന്നു. വായിച്ചേ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. ഏറ്റവും അധികം വായിച്ചു. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപയോഗിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എന്റെ മനസ്സാണ്. 9 വായിച്ച 9. എന്തുവാ? എന്നെ ക്രിസ്തു നേടി ഈ ക്രിസ്ത്യാനികളെ കൊല്ലാനുള്ള അധികാരപത്രവുമായിട്ട് ഞാൻ പോയപ്പോൾ ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനേക്കാൾ വെല്ലുന്നൊരു വെളിച്ചത്തിൽ എന്നെ തള്ളി താഴെയിട്ട് 3 ദിവസം ഉപവസിച്ച് കണ്ണു തുറന്നപ്പോൾ ഞാൻ മാനസാന്തരം. പിന്നെ എന്റെ ദൗത്യം ക്രിസ്തുവിനെ നേടുക എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ. ഹല്ലേലൂയ. താഴെ പറയുന്നത് വായിച്ച 9 മുതൽ. എല്ലാവർക്കും സ്വന്തം എങ്കിലും ഭാര്യയില്ല, മക്കളില്ല, അതില്ല, ഞങ്ങൾക്ക് ജീവിക്കണ്ട. ഈ മേടിച്ചവനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാ.
ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുന്നു നിങ്ങളെന്നും. ആരാ? ക്രിസ്തുവിന്റെ ആത്മാവ്, ഹോളി സ്പിരിറ്റ്. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല എന്നാ റോമർ 8:9 പറയുന്നത്. അങ്ങനെയുള്ളവർ സ്വന്തം കാര്യം നോക്കത്തില്ല. ഫിലിപ്പർ 2:21 പറയുന്നു, ക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രയും വലുതും അന്വേഷിക്കും. ഇന്നും അങ്ങനെ കാര്യം ഞങ്ങളൊക്കെ വലിയ മിനിസ്ട്രിക്കാരാണ്. ആമേൻ. ഞാൻ എന്റെ ലൈഫ് വേണ ചെയ്യത്താവ് എന്റെ വായനത്ത് ഞാൻ 30 സ്കൂളിൽ കാണാം. എക്സൈസുകാരൻ ഗോസ്പൽ അവരെ ഇരുത്തിക്കൊണ്ട് പ്രസംഗിക്കുന്നു. കൃഷ്ണാസിംഗ് സാർ ഇരുന്നപ്പോ കിട്ടും പറ്റുമോ? എന്റെ അപ്പൻ അധികാരികളുടെ അധികാരി. അവൻ ആദ്യ സാറിന് സാറേ ഞാൻ എന്റെ ടെസ്റ്റ് മോഡി ഇങ്ങനെ യേശുവിനെ പറയാൻ ഒക്കത്തില്ല സാറേ, ഇല്ലെങ്കിൽ വേണ്ടെന്നേ. അപ്പൊ വരുന്നവർക്ക് 1000 രൂപ അടുത്ത് കിട്ടും. പിന്നെ അനുവദിപ്പിച്ചു ഋഷിരാജ് സാർ അങ്ങനെ വിമുക്തിയായിട്ട് അയ്യപ്പായി. ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നിർത്തോടുപോലിരിക്കും. അവൻ ഇഷ്ടമുള്ളിടത്തേക്ക്. അതാണ് നമുക്ക് പൊളിറ്റിക്സ് വേണ്ട. ഒരു പൊളിറ്റിക്സും വേണ്ടി രാജ്യമായിട്ട് അവരുമായിട്ട് ഇവരെല്ലാവരുടെ ആത്മാവ് അത്ര പ്രഷ്യസ്. ആരും എന്തും ചെയ്യട്ടെ, നമ്മുടെ ഡയറക്ഷൻ, നമ്മുടെ റിമോട്ട് അവിടെ ആയിരിക്കണം. ഇല്ല ഇവിടെ കരയും കേട്ടോ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വരുമ്പോഴാണ് ലോകം തരും സുഖം എനിക്ക് വേണ്ട, യേശുവിനെ പ്രതി സങ്കടങ്ങൾ വെറുനിന്ന സഹിക്കുന്ന ജീവി പറ്റുമോ? കണ്ടില്ലേ ചില സ്ഥലത്തൊക്കെ, ചില ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ കത്തിക്കുത്ത പെന്തിക്കോസുകാരുടെ ഇലക്ഷന് റോയൽ സല്യൂട്ട് വിസ്കി കൊടുത്തവൻ എന്റെ അടുത്തെന്ന് പറഞ്ഞതാ. വിശ്വാസി വിട്ട അന്നേ സഭ വിട്ടു. കുറ്റം പറയില്ല മക്കളെ. ഈ ആത്മീയ ഗോളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആമേൻ. അതാണ് വിവേചിക്കാനുള്ളൊരു വരത്തോടുകൂടെ വേണം. അതാ യഥാർത്ഥത്തിൽ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. ആമേൻ. എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും അഭിഷേകം ചെയ്യും. ലോകത്തിന്റെ ചിന്തയിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയൊന്നുമല്ലത്. ആമേൻ. ലോകമകത്ത് വെച്ചുകൊണ്ട് എന്തെല്ലാം കാക്കി പറഞ്ഞാലും പുറത്തിറങ്ങി ഇന്നലെ ഞാൻ പേരുക്ക മാർക്കറ്റിൽ പോയി സഹോദരി ഒറ്റയ്ക്ക് പുറത്തിരുന്ന മെഗാഫോൺ എന്നുമായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നില്ല. ഏതാന്ന് പോലും ഒരിക്കലും ഒറ്റയ്ക്ക് ഹോസ്പിറ്റൽ പച്ചയായിട്ട് കോട്ടന്റെ രക്തസാക്ഷിത്വമാണ്. സ്നേഹത്തിന്റെ ഭീകരന്മാരാണ്. ആമേൻ. നമ്മുടെ ആയുധം സ്നേഹമാണ്, രക്തസാക്ഷിത്വമാണ് നമ്മുടെ കൂടെ. കോംപ്രമൈസ് നമുക്ക് വേണ്ട. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവൻ. എന്നിട്ട് പുത്രനെ ചുമ്മാ ഇത് കൈ മേടിച്ച് കഴിക്കാനുള്ളതല്ല. കൽവരി മലമേൽ നോക്ക നീ കാൽക്കരം ചേർന്നി. നമ്മൾ ചെയ്ത കഞ്ചാവിറ്റത്, വ്യഭിചാരശാലയിൽ പോയി തെറ്റ് ചെയ്തവൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഫണ്ട് റേസ് ചെയ്യുന്നവൻ, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ഓരോ പ്രാർത്ഥിച്ചില്ല 3-ാം സ്വർഗ്ഗത്തോളം എടുത്തവൻ. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ അതവിടെ ഇരിക്കട്ടെ മോനെ. അതിനൊന്നും വേണ്ടി നീ ഉപസിക്കണം. നിന്നെ നടത്തേണ്ട ദിവസം വരെ പർട്ടിക്കുലർ ടൈം വരെ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നടത്താൻ ശക്തനായവനായ. അതാണ് ഉണർവ്. നമുക്ക് വേണ്ടി ശാപമായ ഒരുത്തൻ. ഗലാത്യർ 2:20 വായിച്ചു. ഗലാത്യർ 2:20. ഇത് ഓരോ ദിവസവും പൗലോസ് നടത്തി. ഞാൻ ദിവസേന മരിക്കുന്ന 1 കൊരിന്ത്യർ 15 അവൻ 31 വായിക്ക്. അവിടെ കാണാം ദിവസേന നമ്മൾ മരിക്കണം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നീ ജീവിക്കും.
1 കൊരിന്ത്യർ 15:31. സഹോദരന്മാരെ, അതാണ് വചനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നു. വിശ്വാസിയായ സഹോദര സഹോദരി, അധികാലത്തെ ഇരുട്ടോടെ ബൈ ബെഡ് നീ ഭാര്യയും ഒക്കെ ആയിട്ടായിരിക്കും ശ്രമിക്കുന്നെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഇത് യഹോവയെ ഉണ്ടാക്കിയ ദിവസം അടുത്ത മണിക്കൂർ എനിക്ക് വേറുകട ചിലതൊന്നും പറയാനൊക്കത്തില്ല. പുറത്തോട്ട് വിടുന്നത് തിരിച്ചൂതി തന്നെങ്കിൽ മാത്രമേ ഞാൻ ചെല്ലത്തുള്ളൂ. ആമേൻ. അത് തരുന്നവന്റെ തപ്പ ഈ ലോകത്തിലേക്ക് നിന്റെ കണ്ണു തുറന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ജീവിക്കേണ്ടത് നിനക്ക് വേണ്ടി ജീവിക്കുന്നു. എന്റെ സാഹചര്യങ്ങളൊന്നും മാറുന്നില്ലപ്പാ. ചേമ്പലയിൽ വെള്ളം പിടിക്കുന്നില്ല, കടലിൽ കിടക്കുന്ന മീൻ ആ തുപ്പ് കയറത്തില്ല. അതുപോലായിരിക്കും ലോകത്തിൽ പലത് കാണും, പല വിഷയങ്ങൾ കാണും. കോംപ്രമൈസ് പാടില്ല. പച്ചയായ വചനം ഒരെണ്ണം മതി, ഒരെണ്ണത്തിന് എത്തിക്കണം. 3 ടൈപ്പ് വിശ്വാസികളും സമയമില്ല, ഞാൻ നിർത്താൻ പോകും. 5 മിനിറ്റ് ഒന്നും ഫലം കായ്ക്കാറ് വെട്ടിക്കളയാനാണ് പറഞ്ഞത്. ലൂക്കോസ് 13:6 മുതൽ 9 വരെ. വേണ്ടപ്പ ഈ വർഷം ഈ മെസ്സേജോട് മേലാൽ കാഴ്ച കിട്ടും. രണ്ടാമത്തത് യെശയ്യാവിന്റെ ആകാത്തവൻ കാട്ടുമുന്തിരി വേലി പൊടിച്ചു കളയും കേൾക്കാം. മൂന്നാമത്തത് ഫലം കായ്ക്കുന്നത് യോഹന്നാൻ 15:8. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നു. എന്റെ പിതാവ് മഹത്വപ്പെടുന്ന പ്രവൃത്തി വേണം നമ്മൾ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. സ്കൂളില് ഈ 30-ാം തീയതി ചെയ്തത് 3 കൂടെ വന്നു കഴിയും. സ്കൂളിലുള്ള ടീച്ചേഴ്സിന്റെ ഹസ്ബൻഡ്സാ വിളിച്ചത്. ടീച്ചേഴ്സാ വിളിച്ചത്. സ്കൂളിൽ പോണത് അതുകൂടെ കൊണ്ടല്ല. നമുക്ക് ഏത് വിധേനയും ഒരു മീനെ പിടിക്കാൻ ആ ആത്മാവ് തന്നിരിക്കുന്നത് അല്ല, പിന്മാറ്റത്തില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒരു ആത്മാവ് പുറത്തിറങ്ങുമ്പോൾ പേടി. അവൻ ആ ഞായറാഴ്ച സഭ ദിശയ്ക്ക് പോകണം, അച്ഛൻ പറയുന്നത് നിനക്ക് ഒറ്റയ്ക്കൊരു തള്ളലില്ലേ? പിന്മാറ്റത്തില്ല. അതാ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധമില്ലേ, പിന്മാറ്റത്തില്ല. പറയാം അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പറ്റുന്നില്ല. സാഹചര്യവും സമയമൊന്നും വിഷയമല്ല. എന്റെ സ്പിരിച്വൽ ഫാദർ 3 ബാർ നടത്തിയ ആളാണ് ആലപ്പുഴ. ഞാൻ കണ്ടിട്ടുണ്ട് 3 ബാർ. CSE ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. നിലമ്പൂര് ഒരു മൾട്ടി മില്യണറാണ്. വലിയൊരു സെന്റർ ചെയ്യാൻ പോകും. 10 ഏക്കറിനകത്ത്. സെന്ററിനകത്ത് അവർക്ക് തൊഴിൽ കൊടുക്കത്തില്ല. ശനിയാഴ്ച ഡിസ്കഷൻ. അവർക്കുള്ളതെല്ലാം അവർ ഡെഡിക്കേറ്റ് ചെയ്യുക. വലിയ ബംഗ്ലാവും വെച്ചിട്ട് ഭാര്യയും ഭർത്താവും മാത്രം തെരുവിൽ കിടന്ന് പാവപ്പെട്ട ദൈവദാസന്മാർ വാട കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ ജീവിക്കുമ്പോൾ ഹൃദയം വിശ്വാസപ്പെടുന്നു. പുസ്തകം മാറ്റി വെച്ചത് വേറെ വല്ല പണിക്ക് പോവാണ്. ഉണ്ടോ? ഇതെന്റെ ശരീരം അല്ലേ? ശരീരം നമുക്ക് ഭക്ഷിക്കണം. പതിച്ച് കീറി യെശയ്യാ 53 വായിക്കുന്നില്ലേ? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ കയ്യ മുള്ളുകൊണ്ടോ 24 വർഷം അറിയാറ്റ് ജയിൽ മിനിസ്റ്ററിലൂടെ ഞാൻ രക്ഷിക്കപ്പെട്ടത്. 24 വർഷം പണമുണ്ട്, പിടിപാടുണ്ട്, കഴിവുണ്ട്. വക്കീലന്മാര് 4 വീട്ടിലുണ്ട്. വക്കീല് ഒരുത്തിനും നടക്കാൻ പറ്റിയില്ല. ചില കഷ്ടങ്ങൾ കൊണ്ട് തരുന്നത് കർത്താവിന്റെ പദ്ധതിയാണ്. തന്നിട്ട് പോയ ഒരു പുതിയ നിയമ പുസ്തകം കഞ്ചാവ് തീർക്കാൻ മേടിച്ചതായി പീഡിയയിലേക്ക് പകരം എന്റെ ഹൃദയം കീറി സ്വർഗം. രാത്രിയിൽ ഒരു പോക്കറ്റ് അടിക്കാരൻ എന്നോട് പറഞ്ഞു, അവിടെ പാസ്റ്ററും ഇല്ല, അമ്മാമയില്ല, സുവിശേഷകരില്ല, ആരുമില്ല. ഹോളി സ്പിരിറ്റ് ഉണ്ടോ? ജയിലാണേലും ശ്മശാനമാണേലും രാജകൊട്ടാരമാണേലും എവിടെയോ വഞ്ചല് ഹൃദയം നുറുങ്ങിയവർ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു നോക്കാൻ. ഞങ്ങൾ ചെങ്കൽ ചുളയിൽ പോയപ്പോ കരഞ്ഞോണ്ട് ഒരുത്തം വന്ന് അച്ഛൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തവന്. വേറെ ഷുഗർ കോട്ട് വെഞ്ചിങ് വാഞ്ചിൽസുമല്ല നമ്മളെ ഏൽപ്പിച്ചത്. എനിക്കറിഞ്ഞൂടാ. എന്നെ നിർബന്ധിച്ചൊരു പോക്കറ്റ് അടിക്കാരനാ. ഇന്ന് അവൻ ശുശ്രൂഷ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും വായിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. അവനെ കൂടെ നേടാൻ എന്നെ ജയിക്കൊണ്ടിട്ടത്. അറിവില്ലായ്മയുടെ കാലങ്ങളെ കണക്കിടാത്ത ദൈവം
ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് 24 അവേഴ്സിനകം ഉത്തരം നൽകി. മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം NDPC ആക്ടിൽ പിടിക്കപ്പെട്ടവർക്ക് ജാമ്യം. എന്റെ കേസേ മാറ്റിക്കളഞ്ഞത് 53 ജയിലിലും പോകാം. ഈ ബഹുമാന്യ ദേവദാസൻ വേറെ ഒന്നും നോക്കാതെ ഒരു പേപ്പർ മുഖാന്തരം ഞങ്ങൾ പരിചയപ്പെട്ടു. അതാ പറഞ്ഞ ഒരു ട്രാക്ടറിൽ കൊടുക്കാൻ പറഞ്ഞു. അനുഭവം ഉണ്ടാവണം. വലിച്ചെറിയട്ടെ, അതെടുക്കണ്ട. അതെടുക്കാൻ ഒരുത്തനെ DL കൂടി രക്ഷിക്കപ്പെട്ടതാണ്. മദ്യപാനിയായ സഹോദരൻ തെരുവിൽ കിടന്ന് മുഖം തുടഞ്ഞപ്പോൾ ഏതോ ഒരു പേപ്പർ കയ്യിൽ കിട്ടിയത് വായിച്ചപ്പോൾ ജീസസ് ഒറ്റ വാക്ക്, എന്റെ വായിൽ നിന്ന് പോകുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുത്തേക്ക് മടങ്ങി വരാതെ ഞാൻ നയിക്കുന്ന കാര്യം. ആമേൻ. മരത്തേൽ തൂങ്ങുന്നവനൊക്കെ ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപം. എന്താ 9 കിങ്ങിൽ പറഞ്ഞേ അച്ഛനെ വളരെ ലളിതമായ സ്ലാങ്ങിലാണ്. ആവശ്യമുണ്ടവരുടെ ഞാൻ പറയത്തു. ആമേൻ. ഓവർടൈം ചെയ്യുന്നവന് യൂറോപ്യൻ കമ്പനിയൊക്കെ 4 ആവുള്ളൂ. ഭൂമി ഉണ്ടാക്കുന്നവൻ ഈ കമ്പനി ഓവർടൈം ചെയ്ത് നോക്കാം, അപ്പൊ അറിയാം വിവരം. ആമേൻ. ഹല്ലേലൂയ. എന്നോട് പലരും പറഞ്ഞു, വീട് വെക്കാൻ തുടങ്ങും, ഞാൻ 1 ലക്ഷം രൂപ തരാം, ഞാൻ 2 ലക്ഷം. നമ്മൾ വേണ്ട, ഗിഫ്റ്റ് ആണെങ്കിൽ താക്കോൽ തരുന്നുണ്ട്. അന്ന് എന്റെ ദൈവം അറിയാം. ആമേൻ. ആ സഹോദരിക്ക് അറിയാം, വെച്ച് തന്നു വീട്. പേരെ നമ്മളിരിക്കുന്നത് ആമേൻ തിരുവത്താറ്. എവിടെങ്കിലും നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ, ആമേൻ, എവിടെങ്കിലും നമ്മൾ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവമായിട്ട് റിലേഷനിൽ ഒരു ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തീർന്നിട്ടും കാഴ്ചതില്ല സൽഫലം, തീർന്നിട്ടും കാഴ്ചതില്ല സൽഫലം, എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ല, എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ല. നമ്മുടെ ഗുണവധികാരം കൊണ്ടൊന്നുമല്ല, അവന്റെ ദീർഘക്ഷമ, ആമേൻ, അവന്റെ കരുണ, അവന്റെ സ്നേഹം, ആമേൻ, അതൊന്നും മാത്രം മടങ്ങി വരും. ദൂതന് സുഭാവം ഉണ്ടായതുപോലെ അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പറഞ്ഞു. നമുക്ക് കൈനീട്ടാൻ നമുക്ക് ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയം ദേവദാസുള്ള